Hi, hello, welcome to Competitive Cracker. It's me, Vishnu Ashok. നമുക്കറിയാം നമ്മുടെ നെറ്റിന്റെ എക്സാം ഇങ്ങനെ അടുത്തോണ്ടിരിക്കുക അല്ലെ. നെറ്റ് കൊമേഴ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഓരോ എക്സാം കഴിയും തോറും അതിന്റെ ഒരു പാറ്റേൺ ഒക്കെ ചേഞ്ച് ചെയ്തു. അപ്പോൾ നമുക്കറിയാം കുറച്ചുകൂടിയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, സീരിയസ് ആയിട്ട് പഠിക്കണം. നല്ല രീതിയിൽ ഡെപ്തിലുള്ള നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നെറ്റ് പോലുള്ള ഒരു എക്സാം ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ആ ക്വസ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ആ ഒരു കോൺസെപ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചതിന് ശേഷം ആ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കിയേ, ഒരു ക്വസ്റ്റ്യൻ തന്നേക്കാണ്. കൺസിഡർ ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ് വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ആർ നോട്ട് കറക്റ്റ് അല്ലെ. നോട്ട് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്, സെലക്ട് ദ കറക്റ്റ് ആൻസർ യൂസിങ് ദ കോഡ് ബിലോ. അപ്പൊ നമ്മളോട് പറഞ്ഞേക്കാണ് താഴെ കുറച്ച് സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്, അതിൽ ശരിയല്ലാത്തത് ഏത്, നോട്ട് കറക്റ്റ് എന്നാ, ശരിയല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ നോക്കിയേ, ദ lesser acquire the right to use the equipment on the payment of periodic amount. ഒരു പീരിയോഡിക് ആയിട്ടുള്ള എമൗണ്ട് വാങ്ങിക്കൊണ്ട് ഒരു അസറ്റ് യൂസ് ചെയ്യാനുള്ള റൈറ്റ് കിട്ടുന്നയാളാണ് ആരെന്ന് പറയുന്നത്, ലെസർ എന്നാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞേക്കുന്നത്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയാണ്, ഇൻ ഓപ്പറേറ്റിംഗ് ലീസ് ദ ലെസർ വുഡ് നോട്ട് ബി ഏബിൾ ടു റിയലൈസ് ദ ഫുൾ കോസ്റ്റ് ഓഫ് ദി എക്യുപ്മെന്റ് and their incidental charges thereon during the initial lease period. അതായത് ഇനീഷ്യൽ ആയിട്ടുള്ള ലീസ് പീരീഡിൽ ലെസർക്ക് എന്താണ്, ഒരു അസറ്റിന്റെ ഫുൾ കോസ്റ്റ് ഒന്നും റിയലൈസ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഇൻസിഡന്റൽ ചാർജസ് ഒന്നും റിയലൈസ് ചെയ്തെടുക്കാനായിട്ട് പറ്റത്തില്ല. അത്തരത്തിലുള്ള ലീസ് ആണ് ഏതെന്ന് പറയുന്നത്, ഓപ്പറേറ്റിംഗ് ലീസ് എന്നാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞേക്കാണ്, financial lease involves transferring almost all risk incidental to ownership and legal title to lessee. അതായത് എന്താ പറഞ്ഞേക്കുന്നത്, ഫിനാൻഷ്യൽ ലീസിന്റെ അകത്ത് എല്ലാ റിസ്കുകളും എല്ലാ ബെനിഫിറ്റുകളും അതുപോലെ തന്നെ ലീഗൽ ടൈറ്റിലും എല്ലാം ആരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും, ലെസ്സിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇവിടെ പറഞ്ഞേക്കുന്ന ക്വസ്റ്റ്യൻ എന്താ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ആർ നോട്ട് കറക്റ്റ്. അപ്പൊ ഈ തന്നിരിക്കുന്ന മൂന്ന് സ്റ്റേറ്റ്മെന്റിന്റെ അകത്ത് കറക്റ്റ് അല്ലാത്തത് ഏതെന്നാണ് ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് 1ഉം 2ഉം കറക്റ്റ് അല്ല എന്നാണ്, ബി വന്നേക്കുന്നത് 1ഉം 3ഉം കറക്റ്റ് അല്ല എന്നാണ്, സി തന്നേക്കുന്നത് 3ഉം കറക്റ്റ് അല്ല എന്നാണ്, ഡി തന്നേക്കുന്നത് only 2, 2 മാത്രം കറക്റ്റ് അല്ല എന്നാണ് ഓപ്ഷൻ തന്നേക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു ഏരിയ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും ഇത് ഏതിൽ നിന്ന് ചോദിച്ചേക്കുന്നതാണ്, ലീസ് ഫിനാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയ. ഫിനാൻഷ്യൽ മാനേജ്മെന്റിലെ ലീസ് ഫിനാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഏരിയയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. അപ്പൊ നമുക്ക് ആ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഈ ക്വസ്റ്റിന് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമുക്കൊന്ന് പോകാം, ആ ഒരു ഏരിയ പഠിക്കാം. ആ ഒരു ഏരിയ പഠിച്ചതിന് ശേഷം ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ ആൻസർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ലീസിംഗ് എന്ന് നോക്കാം. ലീസിംഗ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ റൈറ്റ് ടു യൂസ് ആൻ എക്യുപ്മെന്റ് ഓർ ക്യാപിറ്റൽ ഗുഡ്സ് ഓൺ ദ പേയ്മെന്റ് ഓഫ് പീരിയോഡിക്കൽ എമൗണ്ട്. ഒരു പീരിയോഡിക്കൽ എമൗണ്ട് വാങ്ങിക്കൊണ്ട് അല്ലെ ഒരു പീരിയോഡിക്കൽ എമൗണ്ട് ചാർജ് ചെയ്തുകൊണ്ട് ഒരു അസറ്റ് യൂസ് ചെയ്യാനുള്ള റൈറ്റ് കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത്, ലീസിംഗ് എന്ന് പറയുന്നത്. ലീസിംഗ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ റൈറ്റ് ടു യൂസ് ആൻ എക്യുപ്മെന്റ് ഓർ ക്യാപിറ്റൽ ഗുഡ്സ് ഓൺ ദ പേയ്മെന്റ് ഓഫ് പീരിയോഡിക് എമൗണ്ട്. ഒരു പീരിയോഡിക് എമൗണ്ട് വാങ്ങിക്കൊണ്ട് ഒരു ക്യാപിറ്റൽ ഗുഡ്സ് അല്ലെങ്കിൽ ഒരു എക്യുപ്മെന്റ് യൂസ് ചെയ്യാനുള്ള റൈറ്റ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നതിനെയാണ് ലീസ് എന്ന് പറയുന്നത്. ഇനി എന്താണ്, ലീസിൽ പ്രധാനമായിട്ടും 2 പാർട്ടീസ് ആണ് ഇൻക്ലൂഡഡ് ആകുന്നത്. There are 2 principal parties to lease transaction. പ്രധാനമായും ലീസ് ട്രാൻസാക്ഷന് 2 പാർട്ടീസ് ആണ് ഇൻക്ലൂഡഡ് ആകുന്നത്. ഒന്നാമത്തെ ആളെന്ന് പറയുന്നത് ലെസർ, രണ്ടാമത്തെ ആളെന്ന് പറയുന്നത് ലെസ്സി. ഓർത്തു വെക്കുക, ഒന്നാമത്തെ ആളെന്ന് പറയുന്നത് ആരാണ്, ലെസർ, രണ്ടാമത്തെ ആളാണ് ലെസ്സി. ഇനി ലെസർ എന്ന് പറഞ്ഞാൽ എന്താണ്, who is the actual owner of equipment permitting the use to the other parties on the payment of periodic amount. പീരിയോഡിക് എമൗണ്ട് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു പീരിയോഡിക്കൽ ആയിട്ടുള്ള എമൗണ്ട് വാങ്ങിക്കൊണ്ട്, പീരിയോഡിക്കൽ ആയിട്ടുള്ള ഒരു എമൗണ്ട് വാങ്ങിക്കൊണ്ട് ഒരു അസറ്റ് യൂസ് ചെയ്യുവാനുള്ള റൈറ്റ് മറ്റൊരാൾക്ക് കൊടുക്കുന്നയാളാണ് ആരെന്ന് പറയുന്നത്, ലെസർ എന്ന് പറയുന്നത്. ഇയാളായിരിക്കും ആ ഒരു ഗുഡ്സിന്റെ, ആ ഒരു ക്യാപിറ്റൽ ഗുഡ്സിന്റെ അല്ലെങ്കിൽ ആ ഒരു എക്യുപ്മെന്റിന്റെ ഓണർ എന്ന് പറയുന്നത്. എൻ്റെ കയ്യിൽ ഒരു ക്യാപിറ്റൽ ഗുഡ്സ് ഉണ്ട് അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു എക്യുപ്മെന്റ് ഉണ്ട്, അത് ഞാൻ എന്ത് ചെയ്യാണ്, ഒരു പീരിയോഡിക്കൽ ആയിട്ടുള്ള എമൗണ്ട് വാങ്ങിക്കൊണ്ട് മറ്റൊരാൾക്ക് ഉപയോഗിക്കാനായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ആരാണ്, ലെസർ ആണ്. ഓർത്തു വെക്കുക, ലെസർ ഹു ഈസ് ദ ആക്ച്വൽ ഓണർ ഓഫ് ദി എക്യുപ്മെന്റ് പെർമിറ്റിംഗ് ടു യൂസ് ദ അതർ പാർട്ടി. അതർ പാർട്ടിക്ക് ഒരു പെർമിഷൻ കൊടുക്കുകയാണ് ആ ഒരു അസറ്റ് യൂസ് ചെയ്യാനായിട്ട്. അതിനായിട്ട് അയാൾ ഒരു കൺസിഡറേഷൻ വാങ്ങിക്കുന്നുണ്ട്, ഒരു പീരിയോഡിക്കൽ ആയിട്ടുള്ള പേയ്മെന്റ് വാങ്ങുന്നുണ്ട്. ഇനി ലെസ്സി എന്ന് പറഞ്ഞാൽ ആരാണ്,
who acquire the right to use the equipment on the payment of periodic amount. ഒരു പീരിയോഡിക് എമൗണ്ട് കൊടുത്തുകൊണ്ട് ആ അസറ്റ് യൂസ് ചെയ്യാനുള്ള റൈറ്റ് നേടിയെടുക്കുന്നയാളാണ്. ഒരു പീരിയോഡിക് എമൗണ്ട് കൊടുത്തുകൊണ്ട് ആ അസറ്റ് യൂസ് ചെയ്യുവാനുള്ള റൈറ്റ് നേടുന്ന ആളാണ് ആരെന്ന് പറയുന്നത്? ലെസി എന്ന് പറയുന്ന ടേം കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കണം. ഇപ്പൊ തന്നെ നമ്മുടെ ആ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ അകത്തെ ഒരു ആൻസർ ആയി അല്ലേ? ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് ആ ഒരു ക്വസ്റ്റിന്റെ അകത്ത് വന്ന ഒരു സ്റ്റേറ്റ്മെന്റിന് ആൻസർ ആയി. അപ്പൊ എന്താണെന്ന് ഓർത്ത് വെക്കുക, എന്താണ് ലീസ് എന്ന് ഓർത്ത് വെക്കുക, എന്താണ് ലെസി എന്ന് ഓർത്ത് വെക്കുക, ആരാണ് ലെസർ എന്ന് ഓർത്ത് വെക്കുക. ഇനി നമുക്ക് പല ടൈപ്പിലുള്ള ലീസിംഗ് ഉണ്ട്. അതിൽ ആദ്യത്തേതാണ് ഓപ്പറേറ്റിംഗ് ലീസ്. ഓപ്പറേറ്റിംഗ് ലീസ് എന്ന് പറഞ്ഞാൽ ദിസ് ടൈപ്സ് ഓഫ് ലീസ് ട്രാൻസാക്ഷൻ ദ പ്രൈമറി ലീസ് പീരീഡ് ഈസ് ഷോർട്ട്. അപ്പൊ ഓപ്പറേറ്റിംഗ് ലീസ് എന്ന് പറയുന്ന ഒരു ടെമ്പററി നേച്ചറിലുള്ളതാണ്. ഇതിന്റെ ലീസ് പീരീഡ് എന്ന് പറയുന്നത് വളരെ ഷോർട്ട് ആയിരിക്കും. ദ ലെസർ വുഡ് നോട്ട് ബി റിയലൈസ് ദ ഫുൾ കോസ്റ്റ് ഓഫ് ദി എക്യുപ്മെന്റ്. അതായത് ആ അസറ്റിന്റെ ഫുൾ കോസ്റ്റ് ഒന്നും റിയലൈസ് ചെയ്തെടുക്കാനായിട്ട് പറ്റത്തില്ല. ഓർത്ത് വെച്ചോളുക, ദ ലെസർ would not able to realize the full cost of the equipment and other incidental charges there on the initial lease period. നമുക്കറിയാം ഈ ഓപ്പറേറ്റിംഗ് ലീസിന്റെ ലീസ് പീരീഡ് എന്ന് പറയുന്നത് വളരെ ഷോർട്ട് ആയിരിക്കും. ഓപ്പറേറ്റിംഗ് ലീസിന്റെ ലീസ് പീരീഡ് എന്ന് പറയുന്നത് വളരെ ഷോർട്ട് ആണ്. അതായത് ഇതൊരു ടെമ്പററി നേച്ചറുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ലീസ് പീരീഡ് എന്ന് പറയുന്നത് വളരെ ഷോർട്ട് ആയിരിക്കും. അതിൽ ഉപയോഗിക്കുന്ന ആ ലീസിന് കൊടുക്കുന്ന എക്യുപ്മെന്റിന്റെ ഫുൾ കോസ്റ്റോ ഇൻസിഡന്റൽ ചാർജസോ ഒന്നും ഈ ഇനീഷ്യൽ ലീസ് പീരീഡ് കൊണ്ട് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല? റിയലൈസ് ചെയ്തെടുക്കാനായിട്ട് പറ്റത്തില്ല. ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓഫീസ് എക്യുപ്മെന്റ് ആയിട്ടുള്ള ലാപ്ടോപ്പ്, ആ ലാപ്ടോപ്പിന്റെ വില എന്ന് പറയുന്നത് എത്രയാണ്? 50,000 രൂപയാണ്. ഇത് എന്ത് ചെയ്യാണ്? ലീസിന് കൊടുക്കുകയാണ്. വളരെ ഷോർട്ട് പീരീഡിലേക്കായിരിക്കും, ഒരു 2 വീക്കിലേക്കോ ഒരാഴ്ചത്തേക്കോ ഒക്കെ ആയിരിക്കും കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ കൊടുക്കുന്ന ആ ഒരു ഇനീഷ്യൽ ലീസ് പീരീഡിനുള്ളിൽ ഇതിന്റെ ഇനീഷ്യൽ കോസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇതിന്റെ എന്താണ് ഫുൾ കോസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു 50,000 രൂപ ഈ ഒരു ഇനീഷ്യൽ പീരീഡിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? റിയലൈസ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റത്തില്ല. ഓർത്തു വെച്ചോണം. ഓപ്പറേറ്റിംഗ് ലീസ് എന്ന് പറയുന്നത് ഷോർട്ട് ടൈം ആണ്. ഷോർട്ട് ടൈം ആണ്, ഒരു ടെമ്പററി നേച്ചറിലുള്ളതാണ്. ഇവിടെ എന്താണ് ഫുൾ കോസ്റ്റ് ഓഫ് എക്യുപ്മെന്റ്സും അതുപോലെ തന്നെ ഇൻസിഡന്റൽ ചാർജ് ഒന്നും ഇനീഷ്യൽ പീരീഡിൽ റിയലൈസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. കമ്പ്യൂട്ടർ ആൻഡ് അതർ ഓഫീസ് എക്യുപ്മെന്റ്സ് ആർ ദ വെരി കോമൺ അസറ്റ്സ് വിച്ച് ആർ ദ സബ്ജക്ട് മാറ്റർ ഓഫ് ദി ഓപ്പറേറ്റിംഗ് ലീസ്. ഓപ്പറേറ്റിംഗ് ലീസിന്റെ സബ്ജക്ട് മാറ്റർ ആയിട്ട് പ്രധാനമായിട്ടും വരാറ് എന്താണ്? ഓഫീസ് എക്യുപ്മെന്റ്സുകളും കമ്പ്യൂട്ടറുകളും ഒക്കെ ആണ് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കുക കേട്ടോ. കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക. അടുത്ത ലീസാണ് ഫിനാൻഷ്യൽ ലീസ്. ഫിനാൻഷ്യൽ ലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്? ടെമ്പററി നേച്ചറിലുള്ളതായിരുന്നു ഏതെന്ന് പറയുന്നത്? ഓപ്പറേറ്റിംഗ് ലീസ് എഗ്രിമെന്റ് എന്ന് പറയുന്നത്. എന്നാൽ ഫിനാൻഷ്യൽ ലീസ് എഗ്രിമെന്റ് എന്ന് പറയുന്നത് ലോങ് ടേമിലേക്കുള്ളതാണ്. ഒരു ലോങ് പീരീഡിലേക്കുള്ളതായിരിക്കും ഏതെന്ന് പറയുന്നത്? ഫിനാൻഷ്യൽ ലീസ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ ലീസിന് കൊടുക്കുന്ന എക്യുപ്മെന്റിന്റെ എക്കണോമിക് ലൈഫ്, അതായത് അത് ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന ആ ഒരു സാഹചര്യം ഉണ്ടല്ലോ, എക്കണോമിക് ലൈഫ്, അതിന്റെ എക്കണോമിക് ലൈഫ് ഫുള്ളും ഇത് ആരുടെ കയ്യിലായിരിക്കും? ലെസിയുടെ കയ്യിലായിരിക്കും. അതായത് ഇവിടെ എന്താണ്? ഇവിടുത്തെ ലീസ് പീരീഡ് എന്ന് പറയുന്ന ഒരു ലോങ് പീരീഡ് ആയിരിക്കും. ഇവിടുത്തെ ആ ഒരു എക്യുപ്മെന്റിന്റെ എക്കണോമിക് ലൈഫ് ഫുള്ളും ഇത് ആരുടെ കയ്യിൽ തന്നെ ആയിരിക്കും? ലെസിയുടെ കയ്യിൽ തന്നെ ആയിരിക്കും എന്നുള്ള കാര്യം ഓർത്തുക. വിച്ച് ഈസ് ജനറലി ദ ഫുൾ എക്കണോമിക് ലൈഫ് ഓഫ് ദ ലീസ്ഡ് അസറ്റ്. അതായത് ആ ഒരു എക്കണോമിക് ലൈഫ്, ആ ഒരു അസറ്റിന്റെ എക്കണോമിക് ലൈഫ് ഫുള്ളും ഈ ഒരു ലീസ് പീരീഡിൽ തന്നെ ആയിരിക്കും. The financial lease involves, financial lease അത് മസ്റ്റ് ആയിട്ട് പഠിക്കണേ. Financial lease involves transferring almost all risk, incidental ownerships and benefits arising therefrom except the legal title of the lessee. ഓർത്തു വെച്ചോണം. ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ഫിനാൻഷ്യൽ ലീസിന്റെ അകത്ത് എല്ലാ രീതിയിലുള്ള ബെനഫിറ്റുകളും എല്ലാ രീതിയിലുള്ള റിസ്കുകളും എല്ലാം എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും? ലെസറുടെ അടുത്ത് നിന്ന് ലെസിയുടെ അടുത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ബിക്കോസ് ആ ഒരു അസറ്റിന്റെ എക്കണോമിക് ലൈഫ് ഫുള്ള് അത് ആരുടെ അടുത്താണ്? ലെസിയുടെ കയ്യിലാണ്. അത് സ്ക്രാപ്പായി അത് നശിച്ചു പോകുന്നിടം വരെയുള്ള ആ ഒരു പീരീഡ് ആയിരിക്കും ഇതിന്റെ എന്ന് പറയുന്നത്. ലോങ് പീരീഡിലേക്കുള്ളതാണ് ഏതെന്ന് പറയുന്നത്? ഫിനാൻഷ്യൽ ലീസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ എക്യുപ്മെന്റ് മുഴുവൻ യൂസ് ചെയ്യുന്ന, അതിന്റെ എക്കണോമിക് ലൈഫ് മുഴുവൻ യൂസ് ചെയ്യുന്ന ലെസിയാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ എന്താണ്? എല്ലാ രീതിയിലുള്ള ബെനഫിറ്റുകളും എല്ലാ രീതിയിലുള്ള റിസ്കുകളും ലെസർ ആരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും? ലെസിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. എക്സെപ്റ്റ് എന്ത് മാത്രം? അതിന്റെ ലീഗൽ ടൈറ്റിൽ ആരുടെ അടുത്ത് തന്നെയായിരിക്കും? ലെസറുടെ അടുത്ത് തന്നെയായിരിക്കും. അത് ഓർത്ത് വെച്ചോണം. ദ ഫിനാൻഷ്യൽ ലീസ് ഇൻവോൾവ്സ് ദ ട്രാൻസ്ഫറിംഗ് ഓഫ് almost all the risk and incidental to ownership and the benefits arising therefrom except the legal title to the lease. ആ ലീസിന്റെ ലീഗൽ ടൈറ്റിൽ ഒഴികെ ബാക്കി എല്ലാം എന്ത് ചെയ്യും? ട്രാൻസ്ഫർ ചെയ്യും. ലീഗൽ ടൈറ്റിൽ ആരുടെ അടുത്ത് തന്നെ ആയിരിക്കും? ലെസറുടെ അടുത്ത് തന്നെ ആയിരിക്കും. ഇനി അടുത്താണ് സെയിൽ ആൻഡ് ലീസ് ബാക്ക് ലീസിങ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ഓർത്ത് വെക്കാവുന്നതാണ് സെയിൽ ആൻഡ് ലീസ് ബാക്ക് ലീസ്. ഇപ്പൊ ഞാനൊരു ലെസർ ആണ് എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഞാനൊരു ഇൻഡിവിജ്വൽ, എനിക്ക് എന്താണ് ഒരു ഹ്യൂജ് ആയിട്ടുള്ള എമൗണ്ടിന്റെ ആവശ്യം വരികയാണ്. എൻ്റെ കയ്യിലുള്ള വീട് ഞാൻ എന്ത് ചെയ്യാണ്?
വിൽക്കുകയാണ്, ഞാൻ എൻ്റെ കയ്യിലുള്ള വീട് എന്ത് ചെയ്യാണ്, വിൽക്കുകയാണ്. എന്നിട്ട് ഞാനൊരു ഹ്യൂജ് എമൗണ്ട് ഓഫ് മണി എനിക്ക് കിട്ടുന്നു, ഞാൻ എൻ്റെ വീട് വിറ്റു. അപ്പോൾ എന്താണ്, അതിൻ്റെ ഓണർഷിപ്പ് മറ്റൊരാളിലേക്ക് പോയി. എന്നിട്ട് ഞാൻ അയാളുടെ അടുത്ത് നിന്ന് അതേ വീട് തന്നെ എന്ത് ചെയ്യുകയാണ്, ലീസിന് എടുക്കുകയാണ് അല്ലെങ്കിൽ വാടകയ്ക്ക് എടുക്കുകയാണ്. എന്നിട്ട് അയാൾക്ക് ഒരു പീരിയോഡിക്കൽ ആയിട്ടുള്ള പേയ്മെന്റ് കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. അതിൻ്റെ എക്കണോമിക് ലൈഫ് ഫുള്ള് ഞാൻ അവിടെ തന്നെയാണ് താമസിക്കുന്നത്. ആ ഒരു അസറ്റിൻ്റെ എക്കണോമിക് ലൈഫ് ഫുള്ള് ഞാൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, പീരിയോഡിക്കൽ ആയിട്ടുള്ള ഒരു പേയ്മെന്റ് ആർക്ക് കൊടുക്കുന്നുണ്ട്, ലെസർക്ക് കൊടുക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ലീസിനെയാണ് എന്ന് പറയുന്നത് സെയിൽ ആൻഡ് ലീസ് ബാക്ക് ലീസ്. ഒന്നുമില്ല, ഇവിടെ എന്താണ്, ആദ്യം ഒരു അസറ്റ് വിൽക്കുന്നുണ്ട്, ഇമ്മീഡിയറ്റ് ആയിട്ട് ക്യാഷ് കളക്ട് ചെയ്യാനായിട്ട്. അതിനുശേഷം എന്ത് ചെയ്യാണ്, അതേ അസറ്റ് തന്നെ ഒരു ഫിനാൻഷ്യൽ ലീസ് എഗ്രിമെന്റിന്റെ ബേസ് ചെയ്ത് എന്ത് ചെയ്യാണ്, ലീസിന് എടുക്കുകയാണ്. എന്നിട്ട് അത് ഉപയോഗിക്കുകയാണ്. പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പീരിയോഡിക്കൽ ആയിട്ടുള്ള പേയ്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം എന്താണ് സെയിൽ ആൻഡ് ലീസ് ബാക്ക് ലീസിംഗ്. അണ്ടർ ദ അറേഞ്ച്മെന്റ് ആൻഡ് അസറ്റ് വിച്ച് ഈസ് ഓൾറെഡി എക്സിറ്റ് they are used by the lessee first sold the lesser consideration in cash. അതായത് ലെസി എന്ത് ചെയ്യാണ്, ആദ്യം തന്നെ ലെസർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു സാധനം വിൽക്കുന്നുണ്ട്, ഒരു ക്യാഷ് മേടിച്ചുകൊണ്ടാണ് വിൽക്കുന്നത്, ഒരു കൺസിഡറേഷൻ ആയിട്ട് ക്യാഷ് ആയിട്ടുള്ള ഒരു കൺസിഡറേഷൻ വാങ്ങിച്ചുകൊണ്ടാണ്. സംടൈംസ് ദ അസറ്റ്സ് ക്യാൻ ബി അക്വയർഡ് യൂസ് അണ്ടർ ദ ഫിനാൻഷ്യൽ ലീസ് എഗ്രിമെന്റ് ഫ്രം ദ ലെസർ. എന്നിട്ട് എന്ത് ചെയ്യാണ്, ഇത് സെയിം അസറ്റ് തന്നെ എന്ത് ചെയ്യാണ്, ദ സെയിം അസറ്റ് ഈസ് അക്വയർഡ് ഫോർ ദ യൂസ് അണ്ടർ ദ ഫിനാൻഷ്യൽ ലീസ് എഗ്രിമെന്റ് ഫ്രം ദ ലെസർ. എന്നിട്ട് ഈ വിറ്റ അസറ്റ് തന്നെ ലെസറുടെ അടുത്ത് വന്ന് ഫിനാൻഷ്യൽ ലീസിൽ ആരെടുക്കുകയാണ്, ലെസി എടുക്കുകയാണ്. ദിസ് മെത്തേഡ് ഓഫ് റേസിംഗ് ദ ഫണ്ട്സ് ഇമ്മീഡിയറ്റ്ലി റിക്വയർഡ് ബൈ ദ ലെസി ഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ആൻഡ് അതർ പർപ്പസ്. അതായത് ലെസിക്ക് വർക്കിംഗ് ക്യാപിറ്റലിനും അതർ പർപ്പസിനും ഒക്കെ ആയിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ഫണ്ട് വേണ്ട ആവശ്യം വരുന്ന സാഹചര്യത്തിലാണ് ലെസി എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള സെയിൽ ആൻഡ് ലീസ് ബാക്ക് ലീസ് ചെയ്യുന്നത്. ദീസ് ലീസ് കണ്ടിന്യൂസ് ടു മേക്ക് ദ എക്കണോമിക് യൂസ് ഓഫ് ദ അസറ്റ് എഗൻസ്റ്റ് ദ പേയ്മെന്റ് ഓഫ് ലീസ് റെന്റൽ വൈൽ ദ ഓണർഷിപ്പ് വെസ്റ്റ് വിത്ത് ദ ലെസർ. ഇവിടെ എന്തായിരിക്കും, ആ ഒരു അസറ്റിന്റെ എക്കണോമിക് ലൈഫ് ആരുടെ കയ്യിൽ തന്നെ ആയിരിക്കും, എക്കണോമിക് ലൈഫ് ഫുൾ ഓഫ് ആരുടെ കയ്യിലായിരിക്കും, ലെസിയുടെ കയ്യിൽ തന്നെ ആയിരിക്കും. പക്ഷെ ലെസി എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പീരിയോഡിക്കൽ ആയിട്ടുള്ള പേയ്മെന്റ് ലെസർക്ക് കൊടുത്തുകൊണ്ടേ ഇരിക്കും. ഓക്കെ ആണല്ലോ, ഇതാണ് ഇതെന്ന് പറയുന്നത് സെയിൽ ആൻഡ് ലീസ് ബാക്ക് ലീസിംഗ്. അടുത്തതാണ് ലിവറേജ് ലീസും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലീസ് തന്നെയാണ്. ഓർത്ത് വെക്കുക, ഇതിനു മുമ്പുള്ള എല്ലാ ലീസിലും 2 പാർട്ടീസ് മാത്രമേ ഉള്ളൂ. ലിവറേജ് ലീസ് വരുമ്പോഴത്തേക്കിന് അവിടെ 3 പാർട്ടീസ് വരുന്നുണ്ട്. ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു ബാങ്ക് എന്ന് പറയുന്ന ഒരു പാർട്ടിയും കൂടി എൻഗേജ് ചെയ്യുന്നുണ്ട്. ഏതില്, ഈ ഒരു ലിവറേജ് ലീസിൽ. അതായത് ഒന്നുമില്ല, ഞാൻ ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. ഞാൻ എന്ത് ചെയ്യാണ്, എന്താണ്, ബാങ്കിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഒരു സർട്ടൺ എമൗണ്ട് ഓഫ് മണി ബോറോ ചെയ്യുന്നു. എന്നിട്ട് ആ മണി ഉപയോഗിച്ച് ഞാൻ എന്ത് ചെയ്യാണ്, മറ്റൊരാൾക്ക് ലീസിന് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ ഒരു എക്യുപ്മെന്റ് വാങ്ങിയിട്ട് ആ എക്യുപ്മെന്റ് എന്ത് ചെയ്യാണ്, ലീസിന് കൊടുക്കുകയാണ്. എന്നിട്ട് അയാളിൽ നിന്ന് കൂടുതൽ പണം വാങ്ങുന്നു. അതായത് ഒരു പീരിയോഡിക്കൽ പേയ്മെന്റ് ആയിട്ട് കൂടുതൽ പണം വാങ്ങി അതിന്റെ ഒരു സർട്ടൺ പെർസെന്റേജ് ബാങ്കിൽ അടയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ എക്സാമ്പിൾ ആയിട്ട് പറയാം, ഞാനൊരു 50,000 രൂപ എന്ത് ചെയ്തു, ബാങ്കിൽ നിന്ന് എന്ത് ചെയ്തു, ലോൺ ആയിട്ട് എടുക്കുന്നു. ലോൺ ആയിട്ട് എടുത്തിട്ട് എനിക്ക് മാസം എത്രയാണ്, ഒരു 1000 രൂപ അടവുണ്ടെന്ന് വിചാരിക്കുക. മാസം ഒരു 1000 രൂപ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, എനിക്ക് ബാങ്കിൽ അടയ്ക്കണം. എന്നിട്ട് ഞാൻ ഈ 50,000 രൂപ യൂസ് ചെയ്തുകൊണ്ട് ഒരു എക്യുപ്മെന്റ് വാങ്ങി. എന്നിട്ട് ആ എക്യുപ്മെന്റ് മറ്റൊരാൾക്ക് ലീസിന് കൊടുത്തു. എന്നിട്ട് അയാളുടെ കയ്യിൽ നിന്ന് പീരിയോഡിക്കൽ ആയിട്ട് 3000 രൂപ മാസം വാങ്ങുകയാണ്. 3000 രൂപ മാസം വാങ്ങുന്നു. ഈ 3000 രൂപയിൽ നിന്ന് 1000 രൂപ ഞാൻ എവിടെ അടയ്ക്കുകയാണ്, 1000 രൂപ ഞാൻ എവിടെ അടയ്ക്കുകയാണ്, ബാങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അടയ്ക്കുകയാണ്. ബാക്കിയുള്ള 2000 രൂപ എനിക്ക് പ്രോഫിറ്റ് ആണ്. അപ്പോൾ ഇവിടെ ഓർത്ത് വെക്കുക, എന്താണ്, ഒരു പ്രോഫിറ്റ് ഗെയിൻ ചെയ്യാനായിട്ട് ഇവിടെ ആർക്ക് പറ്റുന്നുണ്ട്, ലെസർക്ക് പറ്റുന്നുണ്ട് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഇനി ഇത് വായിച്ചു നോക്കാം. The leverage lease is an agreement where the lessor finance the lease by taking a loan from lender. ലെൻഡറുടെ കയ്യിൽ നിന്ന് ഒരു ലോൺ ഫിനാൻസ് എടുത്തിട്ടാണ് ഇവിടെ എന്ത് നടത്തുന്നത്, ലീസ് നടത്തുന്നത്. ആര്, ലെസർ ലീസ് നടത്തുന്നത്. The party leasing the assets pay the ലെസർ മന്ത്ലി. അതായത് ലീസിൽ എടുത്ത ആൾ എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ലെസി എന്ത് ചെയ്യുന്നുണ്ട്, മന്ത്ലി എന്ത് ചെയ്യുന്നുണ്ട്, ലെസർക്ക് ഒരു പീരിയോഡിക്കൽ ആയിട്ടുള്ള പേയ്മെന്റ് കൊടുക്കുന്നുണ്ട്. ദ ലെസർ ഇൻ ടേംസ് റെമിറ്റ്സ് ദ പേയ്മെന്റ് ഓൺ ദ ഫിനാൻസിങ് കമ്പനി. ഫിനാൻസിങ് കമ്പനിക്ക് ആര് റെമിറ്റ് ചെയ്യും, ലെസർ എമൗണ്ട് റെമിറ്റ് ചെയ്യും അല്ലെങ്കിൽ എമൗണ്ട് പേ ചെയ്യും. എന്നിട്ട് എന്താണ്, ദിസ് അലൗസ് ദ ലെസർ ടു പ്രൊവൈഡ് എ ലീസ് ആൻഡ് പ്രോഫിറ്റ് ഫ്രം ദ ലെസി. അതായത് എന്താണ്, ഇവിടെ എന്താണ്, ഒരു പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ടും കൂടി ഒരു സാധ്യതയുള്ള ലീസാണ് ഏതെന്ന് പറയുന്നത്, ലിവറേജ് ലീസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ലീസാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ലീസിന്റെ അകത്ത് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു, ആദ്യം നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ കണ്ട് നമ്മൾ എന്താ പറഞ്ഞത്, ലീസിങ് എന്താന്ന് പറഞ്ഞു, ലെസർ എന്താന്ന് പറഞ്ഞു, ലെസി എന്താന്ന് പറഞ്ഞു, ഓപ്പറേറ്റിംഗ് ലീസ് പറഞ്ഞു, ഫിനാൻഷ്യൽ ലീസ് പറഞ്ഞു,
എന്താണ് സെയിൽ ആൻഡ് ലീസ് ബാക്ക് ലീസ് പറഞ്ഞു. ലാസ്റ്റ് വൺ ലിവറേജ് ലീസ് പറഞ്ഞു. എന്നിട്ട് അപ്പൊ അത്രയാണ് ഏതിൻ്റെ അകത്ത് വരുന്നത്, ലീസിങ്ങിന്റെ അകത്ത് വരുന്നത്. അത് മസ്റ്റ് ആയിട്ട് നോക്കണം, നമ്മുടെ ക്വസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മറ്റൊന്നാണ് ഫിനാൻഷ്യൽ പ്ലാനിങ്. എന്താണ് ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫിനാൻഷ്യൽ പ്ലാനിങ് ഇൻവോൾവ്സ് ദ അനലൈസസ് ദ ഫിനാൻഷ്യൽ ഫ്ലോ ഓഫ് companies forecasting the consequences of various investment, financing and dividend decision and എന്താണ് വാഷിംഗ് ഓഫ് എഫക്ട്സ് ഓൺ വേരിയസ് ഓൾട്ടർനേറ്റീവ്സ്. വളരെ ഈസി ആണ്. എന്താണ് ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ പ്രോപ്പർ ആയിട്ട് എന്ത് കഴിയാണ്, നമ്മളുടെ ഫിനാൻസിനെ പ്ലാൻ ചെയ്യുന്നതിനെയാണ് എന്ത് പറഞ്ഞത് ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറയുന്നത്. ഇവിടെ എന്തുണ്ട്, ഫോർകാസ്റ്റ് ചെയ്യുന്നുണ്ട്, എന്തെല്ലാം കോൺസിക്വൻസസ് നമുക്ക് ഉണ്ടാകാൻ പോകുന്നുണ്ട് ഓരോ ഇൻവെസ്റ്റ്മെന്റിൽ നിന്നും, എത്രത്തോളം നമ്മൾ ഡിവിഡൻഡ് കൊടുക്കണം, ഡിവിഡൻഡ് ഡിസിഷൻ എങ്ങനെ എടുക്കണം, അതുപോലെ തന്നെ ഓരോ ഓൾട്ടർനേറ്റീവ്സിൽ നിന്നും നമുക്ക് ഉണ്ടാകാൻ പോകുന്ന എഫക്ട്സ് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി എല്ലാം പ്രോപ്പർ ആയിട്ട് പ്ലാൻ ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറയുന്നത്. ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം, ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലൈഫ് ബ്ലഡ് ആണ് എന്തെന്ന് പറയുന്നത് ഫിനാൻസ് ഇസ് ദ ലൈഫ് ബ്ലഡ് ഓഫ് ബിസിനസ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫിനാൻസിനെ പ്രോപ്പർ ആയിട്ട് പ്ലാൻ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത് ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറയുന്നത്. ഈ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന്റെ പ്രോസസ്സ് ഒന്ന് പഠിച്ചു വെക്കുക. നമ്മളോട് എപ്പോഴും എന്ത് ചോദിക്കാറുണ്ട്, ഇതിന്റെ ഒരു ഓർഡർ അല്ലെങ്കിൽ ഇതെന്താണ്, ഇന്നതിനെ ഫോളോ ചെയ്യുന്നത് ഏത് സ്റ്റെപ്പാണ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട്. അപ്പൊ ആദ്യം എന്താണ്, ഐഡന്റിഫൈ ദ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ. ആദ്യം ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ഐഡന്റിഫൈ ചെയ്യുക. അതിനുശേഷം നമ്മൾ ഫിനാൻഷ്യൽ ഗോൾ എന്ത് ചെയ്യുക, ഡിറ്റർമിൻ ചെയ്യുക. അതിനുശേഷം ഓൾട്ടർനേറ്റീവ്സ്, ഓരോ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റിയുടെയും ഓൾട്ടർനേറ്റീവ്സ്, ഐഡന്റിഫൈ ദ ഓൾട്ടർനേറ്റീവ്സ് ഫോർ ഇൻവെസ്റ്റ്മെന്റ്. ഓരോ ഇൻവെസ്റ്റ്മെന്റ് ഏതൊക്കെ ഓൾട്ടർനേറ്റീവ്സ് നമുക്ക് മുന്നിലുണ്ടെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക. അതിനുശേഷം ആ ഓരോ ഓൾട്ടർനേറ്റീവ്സിനെ എന്ത് ചെയ്യുക, അതിൽ നിന്ന് ഓരോ ഓൾട്ടർനേറ്റീവ്സിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ്, എത്രത്തോളം റിസ്ക് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് ഇവാലുവേറ്റ് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, put together a financial plan and implement. നമ്മളൊരു പ്രോപ്പർ ആയിട്ടുള്ള ഫിനാൻഷ്യൽ പ്ലാൻ ഡെവലപ്പ് ചെയ്ത് അത് എന്ത് ചെയ്യുക, ഇംപ്ലിമെന്റ് ചെയ്യുക. ലാസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ഈ പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്ത പ്ലാനിനെ റിവ്യൂ ചെയ്ത് റിവാലുവേറ്റ് ചെയ്ത് ആൻഡ് മോണിറ്റർ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക, മുന്നോട്ട് പോവുക. എന്തെങ്കിലും റെമഡിയൽ ആയിട്ടുള്ള ആക്ഷൻസ് എടുക്കാനുണ്ടെങ്കിൽ അതെടുത്ത് മുന്നോട്ട് പോവുക. ഇതാണ് ഇതിൻ്റെ അകത്ത് വരുന്നത് ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന്റെ പ്രോസസ്സിന്റെ അകത്ത് വരുന്നത്. അപ്പം നമ്മൾ ഈ ഒരു ഏരിയ പഠിക്കുമ്പോൾ നിങ്ങൾ വൃത്തിയായിട്ട് പഠിക്കണം. ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, പിക്ക് ചെയ്ത് എടുക്കാനായിട്ട് വരണം. നമ്മൾ കണ്ട ക്വസ്റ്റ്യൻ ഇതായിരുന്നു അല്ലേ. ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു എന്താണ് നല്ല രീതിയിൽ എന്താണ് ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ് അല്ലേ, വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ നോട്ട് കറക്റ്റ് അല്ലാത്ത സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന്. ലെസർ അക്വയർ ദ റൈറ്റ്സ് ടു യൂസ് ദ എക്യുപ്മെന്റ് ഓൺ പേയ്മെന്റ് ഓഫ് പീരിയോഡിക് എമൗണ്ട്. പീരിയോഡിക് എമൗണ്ട് കൊടുത്തുകൊണ്ട് ഒരു അസറ്റ് യൂസ് ചെയ്യാനുള്ള റൈറ്റ് കിട്ടുന്ന ആളാണോ ലെസർ? അല്ല, അത് ലെസി ആണ്. അപ്പൊ ഇതെന്താണ്, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി നോക്കിയാൽ ഓപ്പറേറ്റിംഗ് ലീസ് is the lesser would not able to realize the full cost of equipments and other incidental charges thereon during ആ ഇനീഷ്യൽ പീരീഡിൽ എന്താണ് ഫുൾ കോസ്റ്റ്, അസറ്റിന്റെ ഫുൾ കോസ്റ്റും ഇൻസിഡന്റൽ ചാർജസ് ഒന്നും റിയലൈസ് ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് ദ ഷോർട്ട് പീരീഡ് ആണ് എന്താണ് ഓപ്പറേറ്റിംഗ് ലീസ് പീരീഡ് എന്ന് പറയുന്നത്. അത് എന്നൊക്കെ നമ്മൾ പഠിച്ചാണ്. അപ്പൊ എന്താണ് ഈ ഓപ്പറേറ്റിംഗ് ലീസിന്റെ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്, കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്, ഇത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി അടുത്ത നോക്കിയാൽ ഫിനാൻഷ്യൽ ലീസ് ഇൻവോൾവ്സ് ട്രാൻസ്ഫറിംഗ് ഓഫ് ഓൾമോസ്റ്റ് റിസ്ക് ഇൻസിഡന്റൽ ടു ഓണർഷിപ്പ് ആൻഡ് ലീഗൽ ടൈറ്റിൽ ടു ദ ലെസി. നമ്മൾ പറഞ്ഞിരുന്നു എന്താണ് ഫിനാൻഷ്യൽ ലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എല്ലാ തരത്തിലുള്ള റിസ്കുകളും എല്ലാ തരത്തിലുള്ള ബെനിഫിറ്റുകളും ആരാണ്, ലെസറിൽ നിന്ന് ലെസിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. എക്സെപ്റ്റ് ദ ലീഗൽ ടൈറ്റിൽ. ഇവിടെ എക്സെപ്റ്റ് എന്നുള്ള ഒരു വാക്കുണ്ടോ? ഇല്ല. അപ്പൊ ലീഗൽ ടൈറ്റിലും ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് എന്താണ്, ഏതെല്ലാമാണ് തെറ്റായിട്ട് സ്റ്റേറ്റ്മെന്റ് എന്നാണ്. അപ്പൊ 1ഉം 3ഉമാണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അപ്പൊ നമ്മളുടെ ഓപ്ഷൻ ഏതാണ്, ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇങ്ങനെ നമ്മൾ പഠിക്കണം. നമ്മളൊരു ഏരിയ വൃത്തിയായിട്ട് പഠിച്ച് അതിൻ്റെ എന്ത് ചെയ്യുക, MCQs ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് പ്രോപ്പറായിട്ട് എന്താണ് നല്ല രീതിയിൽ പഠിച്ചു പോയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്തു നല്ലൊരു സ്കോർ നേടാനായിട്ട് പറ്റത്തുള്ളൂ. നിങ്ങൾ എന്താണ് നല്ല രീതിയിൽ നെറ്റൊക്കെ ക്വാളിഫൈഡ് ആയി JRF ഒക്കെ കിട്ടി നിങ്ങൾക്ക് എന്താണ് നല്ലൊരു റിസർച്ച് സ്കോളറായിട്ടും അതുപോലെ തന്നെ എന്താണ് ഒരു അസിസ്റ്റന്റ് പ്രൊഫസറായിട്ടും ഒക്കെ ജോലിയിൽ കയറണമെങ്കിൽ നമുക്ക് കണ്ടന്റ് നോളജ് നല്ല രീതിയിൽ വേണം. അപ്പോൾ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഏരിയ പഠിക്കുമ്പോൾ കൃത്യമായി പഠിച്ചതിന് ശേഷം MCQs വർക്കൗട്ട് ചെയ്യുക. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ഏരിയ നമ്മളുടെ മൈൻഡിലേക്ക് നല്ല രീതിയിൽ ഫോക്കസ്ഡ് ആക്കി വെക്കാനായിട്ട് ശ്രമിക്കണം. അപ്പൊ നമ്മളുടെ CCയിൽ എന്താണ് നെറ്റ് കൊമേഴ്സ് പോലെയുള്ള നെറ്റ് എല്ലാ എന്താണ് ഇതിൻ്റെയൊക്കെയാണ് നെറ്റ് ജനറൽ പേപ്പർ, എക്കണോമിക്സ്, മാനേജ്മെന്റ്, ഇംഗ്ലീഷ്, കൊമേഴ്സ്, അതുപോലെ തന്നെ CSIR നെറ്റിന്റെ ഒക്കെ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. നിങ്ങൾ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, നമ്മളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട എല്ലാ ഇൻഫർമേഷൻസും ഇവിടുന്ന് തരുന്നതാണ്. അപ്പം മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കൃത്യമായ
കൃത്യമായ ഗൈഡൻസോടുകൂടി നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാവുന്ന ഒരു എക്സാം തന്നെയാണ് UGC നെറ്റ് എന്ന് പറയുന്നത്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് പറ്റും. CCയുടെ എല്ലാ പിന്തുണയും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കാണുവാനായിട്ട് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്